ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു എവിടെ ക്യാമറയൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ടോക്കൺ എടുക്കാമായിരുന്നു. ടോക്കൺ എടുത്തു, കയറി. പിന്നെ ഇവിടെ വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലോട്ട് ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ടാട്ടോ വിട്ടേ. അതായത് മദ്യവും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സിഗരറ്റ് ഉണ്ടെങ്കിൽ പോലും കയറ്റി വിടുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അവിടുന്ന് ഒരു ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ടേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് സംതിങ് 25 കിലോമീറ്റർ ആണ് പറയുന്നത്. പക്ഷേ ടോട്ടൽ 48 കിലോമീറ്റർ ഉണ്ട് മൊത്തം. പക്ഷേ അങ്ങോട്ട് വ്യൂ പോയിൻറ്റിലോട്ട് വേറെ വണ്ടികളൊന്നും കയറ്റുന്നില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. വേറെ റൂട്ട് വേറെ ലെവലാട്ടോ. അത് നിങ്ങൾ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ്. അടിപൊളി റൂട്ടാണ്. എനിക്ക് നമ്മൾ കൊടൈക്കനാൽ പോകുന്ന ആ ഒരു പളനി ടു കൊടൈക്കനാൽ റൂട്ടുണ്ടല്ലോ, ആ ഒരു റൂട്ടിൻ്റെ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം മഴയും ഇപ്പോൾ ഒരു കോടമഞ്ഞും കൂടെ കിട്ടുകയാണെങ്കിൽ സ്വർഗ്ഗമാണ്. വേറെ ഒന്നും വേണ്ട, അടിപൊളി. വേറെ ഒന്നും പറയാനില്ല, വേറെ മൂടായിരിക്കും. ഇപ്പോൾ പ്രകൃതിയുടെ മറ്റു ഭാഗം ആകപ്പാടെ മാറി കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോടയല്ല, നമുക്ക് മഴ തന്നെ കിട്ടി. മേഘമലയിലെ ഗ്രാമക്കാഴ്ച അതിമനോഹരം കേട്ടോ. ഉയ്യോ, നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല. അതിൻ്റേതായിട്ടുള്ള മേഘമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. കാരണം മൊത്തത്തിലൊരു ഓൾഡേജ്, അതായത് ഒരു വിൻറ്റേജ് സെറ്റപ്പാണ് മൊത്തത്തിൽ. ഇതുകൊണ്ടില്ല, ഇത് തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ നേരത്തെ കയറി വന്ന ആ ഒരു ഇത് തന്നെയല്ല. അപ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾ കണ്ട് തന്നെ അറിയണം. ഞാൻ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ കാരണം 2 കാലാവസ്ഥയാണ് നിൽക്കുന്നത്. ഒന്ന് നമുക്ക് ഇപ്പം നനഞ്ഞ് നമ്മൾ താഴെ തേനിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും, ചിന്നമന്നൂരിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വെയിലായിരിക്കും. അവിടെ നിങ്ങൾ കയറി കഴിയുമ്പോൾ മഴ. നിങ്ങൾക്ക് മഴ കൊള്ളണമെങ്കിൽ തമിഴ്നാട് വരികയാണെങ്കിൽ മഴ കൊള്ളണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. എടാ മോനെ, കുറച്ച് വെള്ളമുള്ളെങ്കിലും എന്നെ സെറ്റപ്പല്ലേ. എന്തായാലും മഴ നനഞ്ഞ് വണ്ടി ഓടിച്ച് ആസ്വദിച്ച് ഇങ്ങനെ മലയുടെയും തേയിലയുടെയൊക്കെ ഇടയ്ക്കൂടെ പോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരാവുന്ന ഒരു ഇതാണ്. എനിക്കൊന്ന് കുറേ പഴയ ആ ഒരു വീടുകളും കാര്യങ്ങളൊക്കെ ഇവരിപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലുണ്ട്. മേഘമല ഹോസ്പിറ്റലാണോ? ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇത്രയധികം വണ്ടി ഓടിച്ചു വന്നതിൻ്റെ ക്ഷീണമോ രാവിലെ കഴിക്കാത്തതിൻ്റെ ആ ഒരു വിശപ്പോ ഒന്നും ഞങ്ങൾ കാര്യമാക്കിയിരുന്നില്ല. കാരണം പഴയ കാലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു ആഗ്രഹം കാരണമായിരിക്കണം ഈ ഒരു റൂട്ടിൽ അത്യധികം പഴയ കാലങ്ങളിലെ ഓരോരോ ഓർമ്മകളും കാര്യങ്ങളും ആ ഒരു കൾച്ചറും എല്ലാം നിലനിർത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങളാണെങ്കിൽ മൊത്തത്തിലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. മൊത്തം ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു
ഏറ്റവും നല്ല സെലക്ഷനാണ് മേഘമലൈ. ക്ക് ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട്. അതിൻ്റെ കൗണ്ടർ അവിടെയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴിയിലെ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. നല്ല രീതിക്ക് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘമല കറണ്ടായിട്ടുള്ള വ്യൂ പോയിൻറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്തായാലും മോശമായിട്ടുള്ളൊരു കാഴ്ച ആയിരിക്കത്തില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും.